സർ, റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം അത് വളരെ സങ്കീർണവും ബഹുമുഖവുമാണ്. എന്നാൽ ഇപ്പോൾ റഷ്യയും അമേരിക്കയും തമ്മിൽ ഒരു ഒത്തുചേരലിലേക്കുള്ള പോക്കാണോ? അത് ലോകത്തിന് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കും അങ്ങനെ ഒരു ഒത്തുചേരൽ ഉണ്ടായി കഴിഞ്ഞാൽ? അങ്ങനെ ഒരു ഒത്തുചേരൽ ഉണ്ടാവില്ല. ഇതിപ്പോൾ ഒരു സ്ട്രാറ്റജിക് ഓപ്പറേഷനാണ് US നടത്തുന്നത്. അത് റഷ്യയുമായിട്ടുള്ള ഒരു പെർമനൻറ്റ് സൗഹൃദമോ അങ്ങനെയൊന്നുമല്ല. അമേരിക്കയുടെ ശത്രു ചൈനയാണ്. ശത്രു എന്ന് പോലും പറയാൻ വയ്യ. ചൈന വളരെയധികം സാമ്പത്തിക രംഗത്തും ആയുധ രംഗത്തും, ബേസിക്കലി ഒരു രാജ്യം ശക്തമാണെന്ന് പറയുന്നപ്പോഴാണ് കയ്യിൽ കാശുണ്ടാവുക, നല്ല ആയുധങ്ങളുണ്ടാവുക. ഇതാണ് ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടുമായിട്ട് ചൈന തൊട്ട് പിന്നിലെത്തി എന്ന് അമേരിക്കയ്ക്ക് മനസ്സിലായി. അപ്പോൾ ചൈനയെ ഒന്ന് ബ്ലോക്ക് ചെയ്യണം. അതിന് ഏറ്റവും പറ്റിയ ആൾ റഷ്യയാണ്. റഷ്യയുമായിട്ട് ഇപ്പോൾ അമേരിക്കക്കാർ അവരുടെ ഇടയിലെ ബുദ്ധിജീവികൾ അവരൊരു അസസ്മെൻ്റ് നടത്തുന്നു. എന്തിന് നമ്മൾ റഷ്യയെ വെറുക്കണം, എന്തിന് എതിർക്കണം? ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ ഇല്ല, കമ്മ്യൂണിസം തീർന്നു. അപ്പോൾ ഒരാൾ പറയും, അല്ല കമ്മ്യൂണിസം കേരളത്തിലുണ്ട്. കേരളം? ഏത് കേരളം? അല്ല പിണറായി വിജയൻ. നമ്മുടെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ വിചാരം പിണറായി വിജയൻ എന്ന് കേൾക്കുമ്പോൾ അമേരിക്ക ഞെട്ടിപ്പോകുന്നു. അപ്പോൾ പൊടെ വേണ്ടാത്ത കാര്യങ്ങൾ പറയാം. എന്നിട്ട് ഒരു നമുക്ക് കാര്യത്തിലേക്ക് വരാം. കമ്മ്യൂണിസം ഇപ്പം ഇല്ല. പിന്നെ എന്തിന് റഷ്യയെ നമ്മൾ ഭയക്കണം, എന്തിനവരെ വെറുക്കണം? അവരുമായിട്ടൊരു അനാവശ്യ ശത്രുതയ്ക്ക് എന്തിന് പോകണം? അവർ യുക്രൈനെ ആക്രമിച്ചു, സത്യമാണ്. ബട്ട് ഇതിന് ഹിസ്റ്റോറിക്കലി ഒരുപാട് കാരണങ്ങളുണ്ട്. മനസ്സിലായ? ഈ സോവിയറ്റ് യൂണിയൻ തകർന്ന് കഴിഞ്ഞപ്പോഴാണല്ലോ യുക്രൈൻ ഉണ്ടായത്. അതിനു മുമ്പ് യുക്രൈൻ ഇല്ല. സോവിയറ്റ് യൂണിയൻ തകർന്നു കഴിഞ്ഞിട്ട് യുക്രൈൻ, ജോർജിയ, ലാത്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ, ഇങ്ങനെ പല ചെറിയ ചെറിയ രാജ്യങ്ങളായിട്ട് പൊട്ടിത്തെറിച്ചു. 23 രാജ്യങ്ങളായിട്ടോ മറ്റോ പൊട്ടിത്തെറിച്ചു. മെയിൻ റഷ്യൻ കോൺഫെഡറേഷൻ അതുപോലെ നിൽക്കുകയും ചെയ്തു. അപ്പോൾ പുടിൻ വന്നു കഴിഞ്ഞപ്പോൾ ഈ പഴയ സ്ഥലങ്ങളെല്ലാം അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് പോകാൻ കാര്യം എന്താ? ശക്തമായൊരു കേന്ദ്രം ഇല്ല എന്ന് വന്നപ്പോഴാണ് എല്ലാവരും അവനവൻ്റെ മാളത്തിലേക്ക് ഒതുങ്ങിയത്. ചെറിയ ചെറിയ രാജ്യങ്ങളായിട്ട് ഒതുങ്ങി. നമ്മുടെ നാട്ടിൽ ഒരു ബഹളം നടക്കുമ്പോഴുണ്ടല്ലോ, നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മളെ ഗേറ്റ് കുറ്റിയിട്ട് അകത്ത് കയറി വാതിലും കുറ്റിയിട്ട് നമ്മുടെ സാമ്രാജ്യത്തിൽ ജനലിൽ കൂടെ പുറത്ത് നിന്ന് നടക്കുന്നു. ഇതാണ് സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ സംഭവിച്ചത്. അങ്ങനെ ഉണ്ടായതാണ് ഈ രാജ്യങ്ങളെല്ലാം. അപ്പോൾ അതിൽ സ്ട്രാറ്റജിക്കായിട്ട് അതിന് ശേഷം 94 ഇവർ വലിയ മാറ്റങ്ങൾ വന്നു. ലോക ഭൂപടം തന്നെ മാറ്റി ഓരോ രാജ്യങ്ങളായിട്ട് നിലവിൽ വരികയും നെഗോഷിയേറ്റ് ചെയ്യുകയും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്ത് 94 91 സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച പൂർണ്ണമായും 94 ആയി കഴിഞ്ഞപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം ഫോം ചെയ്തു. അതിൽ ആർക്കൊക്കെ പിടുത്തം വേണം, അത് ഇത് റഷ്യയുടെ സ്വാധീനത്തിൽ ആര് വരും, ഇങ്ങനെയുള്ള ഒരുപാട് ചർച്ചകളും ബഹളങ്ങളും ചെറു യുദ്ധങ്ങളും ഒക്കെ നടന്നു. അങ്ങനെയാണ് ഇത് സെറ്റിലാവുന്നത്. അപ്പോൾ അതിൽ റഷ്യയുടേതാണ് എന്ന് റഷ്യ വിചാരിക്കുന്ന സ്ഥലം യുക്രൈനിലുണ്ട്. അവിടെ റഷ്യൻ പോപ്പുലേഷനാണ് കൂടുതൽ. ഈ സെലൻസ്കിക്ക് മുമ്പിരുന്ന ആൾ സെലൻസ്കി വന്നപ്പോഴും എല്ലാം ഈ ഒറിജിനൽ റഷ്യക്കാരെ, മൈനോറിറ്റീസാണ് അവരെ ഉപദ്രവിക്കുക പതിവായിരുന്നു. അവരുടെ ഇടയിൽ ഒരു റേസിസമുണ്ട്. ഈ യൂറോപ്യന്മാർക്ക് റഷ്യ ഒരു അൺടച്ചബിളാണ് പൊതുവെ. റഷ്യക്കാർ വെളുത്തിരിക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ അവർ കുറഞ്ഞവരാണ്. 2ാം ലോകമഹായുദ്ധ കാലത്ത് സോവിയറ്റ് യൂണിയനിലെ, അതായത് പഴയ റഷ്യയിലെ ആൾക്കാരെയും ഇന്ത്യക്കാരെയും ഹിറ്റ്ലർ തടവിൽ പാർപ്പിച്ചിരുന്നു. റഷ്യക്കാർ വല്ലപ്പോഴും ഭക്ഷണം കൊടുക്കുക, അങ്ങനെ ചെയ്ത് സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസാണ് തടവിൽ. ഇന്ത്യക്കാർക്കൊരു ദോഷവുമില്ല. ഇന്ത്യക്കാർ കറുത്തിരിക്കുന്നു, തൊലി കറുത്തവരാണ്, മുടി കറുത്തവരാണ്, കണ്ണ് കറുത്തവരാണ്. മറ്റേ ആര്യൻ കണക്കനുസരിച്ചാണെങ്കിൽ വെളുത്തിരിക്കണം, മൂക്കിന് ഇത്ര നീളം ഉണ്ടാവണം, കണ്ണ് ബ്ലൂ ആയിരിക്കണം. ഇതൊന്നുമില്ലാത്ത ഇന്ത്യക്കാരെ അവർ ആര്യന്മാരാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നമ്മളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യും. ജയിലിലാണ്.
ബട്ട് ട്രീറ്റ്മെൻറ്റ് ജയിലിൻ്റെ സ്റ്റാൻഡേർഡിനനുസരിച്ച് കൊടുക്കാനുള്ള ഭക്ഷണം സൗകര്യങ്ങളൊക്കെ കൊടുക്കും. റഷ്യക്കാർക്ക് അത് കൊടുക്കില്ല. റഷ്യക്കാർ കുറഞ്ഞവരാണ്. ഈ ഒരു ചിന്താഗതി എപ്പോഴും യൂറോപ്യൻസിൻ്റെ മനസ്സിലുണ്ട്. റഷ്യ ഒരു പോകാൻ പറ. ഭാരതത്തിലുണ്ടായിരുന്ന ഏകദേശം ഒരു ജാതി വ്യവസ്ഥ യൂറോപ്പും റഷ്യയും തമ്മിലുണ്ട്. ആംഗ്ലോ സാക്സനും റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചും തമ്മിലുള്ള ക്രിസ്ത്യാനികൾ തമ്മിലുള്ള മൂപ്പിളമ തർക്കം. റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചിനെ ഇവർ അംഗീകരിക്കില്ല, ആംഗ്ലോ സാക്സൺ ചർച്ച് അംഗീകരിക്കില്ല. ആംഗ്ലോ സാക്സനുള്ളിൽ തന്നെ പ്രൊട്ടസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ട് വേറെ നിൽക്കും. ഇങ്ങനെയൊക്കെയുള്ള ഡിവിഷൻസ് ഉണ്ട് അവരുടെ. അതിൻ്റെ എല്ലാം അന്തർധാരകൾ ഇതിനകത്തും ഉണ്ട്. അപ്പോഴാണ് അമേരിക്ക, പ്രത്യേകിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടി, ട്രംപിനെ പോലെയുള്ളവർ ഒരു ഫ്രഷ് റീതിങ്ക് നടത്തുന്നു. ഈ പഴയ ബാഗേജ് അങ്ങ് കളഞ്ഞ് വാട്ട് നോൺസെൻസ്, ഇപ്പം എന്തിനാ അവരുമായിട്ട് വഴക്ക്? അവർ പറയുന്നതിനകത്ത് കാര്യമുണ്ട്. യുക്രൈനെ ആക്രമിച്ചു, ശരി, യുക്രൈൻ ഇപ്പം നാളെ എത്രയായി വർഷം 3 കിടന്നടിക്കുന്നു. ഇങ്ങനെ കാശ് മുടക്കി ഇവർ അടി എവിടം വരെ എത്താനായത്? ദിവസവും അടിച്ചുകൊണ്ടിരിക്കുന്നു. വർഷം 3 തീരണ്ടേത്. അതുകൊണ്ട് വിളിച്ച സെലൻസ്കിയെ, എന്നിട്ട് ഇവരൊരു ഒത്തുതീർപ്പ് റെഡിയാക്കുന്നു. ഇപ്പോൾ അമേരിക്ക പറയുന്നത് കാശ് ഞങ്ങൾ 350 മില്യൺ മുടക്കിയിട്ടുണ്ട്, അത്രയില്ല 180 മില്യനേ ഉള്ളൂ എന്നൊക്കെ തർക്കമുണ്ട്. ഇരിക്കട്ടെ, ഏതായാലും കാശ് മുടക്കിയിട്ടുണ്ട്. 180 ആണോ 350 ആണോ എന്ന് മാത്രമേ തർക്കമുള്ളൂ. ഇത് തിരിച്ചു കൊടുക്കാൻ സെലൻസ്കി എഴുതിയില്ല. അതിനാണ് ട്രംപ് പറഞ്ഞ, മോനെ നീ ഒരു കാര്യം ചെയ്യും, യുദ്ധം നിർത്ത്. അപ്പോൾ എനിക്ക് എൻ്റെ സെക്യൂരിറ്റി എന്നെ നാറ്റോയിൽ ചേർക്കണം. നാറ്റോയിലൊന്നും ചേർക്കാൻ പറ്റില്ല. ഈ ധാതു ഖനനത്തിന് അനുമതി കൊടുക്കുക അമേരിക്കയ്ക്ക്. അപ്പോൾ അമേരിക്ക അവിടെ വരും. അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ടാകും, ഫാക്ടറി ഉണ്ടാകും. അമേരിക്കയുടെ സാന്നിധ്യം എപ്പോഴും യുക്രൈനിലുണ്ടാകും. ആ സാന്നിധ്യമാണ് നിൻ്റെ സെക്യൂരിറ്റി. ഞാനുണ്ടെങ്കിൽ നിന്നെ അങ്ങേര് വന്ന് തല്ലില്ല. കാരണം ഞാൻ നിൽക്കുകയല്ലേ നടക്കും. തല്ലിയാൽ എനിക്കും കൊള്ളും. ഞാനുമായിട്ട് വഴക്കിന് അങ്ങനെ തയ്യാറല്ല. അപ്പോൾ അത്രയും സുരക്ഷ നിനക്ക് കിട്ടും. അല്ലാതെ ഈ നാറ്റോ മെമ്പർഷിപ്പിനൊന്നും നോക്കണ്ട, ഇവിടെ വെച്ച് തീർക്കും. ഇതാണ് ട്രംപിൻ്റെ സൊല്യൂഷൻ. അത് പറ്റില്ല. യൂറോപ്പ് പറഞ്ഞു ഞങ്ങൾ നിന്നെ സഹായിക്കാം എന്നൊക്കെ പറഞ്ഞു. എന്ത് സഹായിക്കാൻ? ഒറ്റ രാത്രി കൊണ്ട് അത് പൊളിഞ്ഞ് താഴെ പോയിട്ട് സെലൻസ്കി എക്സിൽ എഴുതി വെച്ചു, ഞാൻ ഏത് കണ്ടീഷനും സഹായിക്കാൻ തയ്യാറാണ്. ഐ എം താങ്ക്ഫുൾ ടു അമേരിക്ക. ഇത് ഐ റിഗ്രറ്റ് വെരി മച്ച്. അത് അങ്ങനെ വരാൻ പാടില്ലായിരുന്നു, ഓവൽ ഓഫീസിൽ അങ്ങനെ ഉണ്ടാവാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നീട്ടിപ്പിടിച്ച് എക്സിൽ എഴുതി. ട്രംപ് നിശബ്ദൻ. ട്രംപൊന്നും മിണ്ടുന്നില്ല. ഇപ്പോൾ ട്രംപ് ചിലപ്പോൾ അടുത്ത കണ്ടീഷൻ ഇടും, അല്ലെങ്കിൽ പുടിൻ അടുത്ത കണ്ടീഷൻ വയ്ക്കും. നേരത്തെ പറഞ്ഞ കരാർ വെച്ച് പുടിൻ പറഞ്ഞു, ശരി ചേട്ടൻ ഒപ്പിട്ടോ, ഞാൻ അതിൽ ഒന്നും പറയാൻ പോകില്ല, മിണ്ടാതിരിക്കുകയായിരുന്നു. ഇപ്പം ഇവർ തല്ലിപ്പിരിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് പുടിൻ്റെ ഭാഗത്തുനിന്ന് അവരുടെ വിദേശകാര്യമന്ത്രി പ്രസ്താവന വന്നു, അവൻ്റെ പെടലിക്കടിക്കാൻ എന്താണെന്നാണ് ഞങ്ങളുടെ അത്ഭുതം. ഇത്രയധികം റെസ്ട്രെയിൻറ്റ് പാലിച്ചത് എങ്ങനെ? JD വാൻസും ഏത് മനുഷ്യനും അടി കൊടുത്തു പോകും. അത്രയ്ക്കും മോശം വർത്താനാണ് സെലൻസ്കിയുടെ. അപ്പോൾ അവർ തല്ല് കിട്ടാനത് ഭാഗ്യം, ഞങ്ങൾക്ക് അതിശയം തോന്നി പിന്നെ തല്ലാതെ വിട്ടതിൽ എന്ന് പറഞ്ഞാണ് അവരുടെ ആദ്യത്തെ പ്രസ്താവന. അവർ ചിലപ്പോൾ അഡീഷണൽ കണ്ടീഷൻസ് വെച്ചു എന്ന് വരാം. ഇനിയിപ്പോൾ തീർക്കണമെങ്കിൽ ഇന്ന സാധനം വേണം, ഇന്നതും കൂടെ വേണമെന്ന് പറഞ്ഞ് മൂക്കുകൊണ്ട് ഇക്ഷാവരപ്പിച്ച് ചെയ്യും. ഇംഗ്ലണ്ട് എന്തുകൊണ്ടാണ് ഇംഗ്ലണ്ട് ആ പൊങ്ങച്ചടിച്ചതെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു $2.8 ബില്യൺ സഹായം പ്രഖ്യാപിച്ചു യുക്രൈന്. $2.8 ബില്യൺ യുക്രൈനെ സംബന്ധിച്ചോളം വലിയ തുകയൊന്നുമല്ല. ഇംഗ്ലണ്ടിന് അതിൽ കൂടുതൽ കൊടുക്കാനും ഇല്ല. ഈ കൊടുത്തത് തന്നെ റഷ്യയുടെ ഡെപ്പോസിറ്റ് ഇംഗ്ലണ്ടിലുണ്ട്. റഷ്യക്ക് ഇംഗ്ലണ്ടിൽ, ജർമ്മനിയിൽ, ഫ്രാൻസിൽ, സ്വിറ്റ്സർലൻഡിലൊക്കെ റഷ്യ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. റഷ്യ ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് നമുക്കുണ്ടല്ലോ, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. കാനഡ നമ്മുടെ നാട്ടിൽ അവരുടെ പെൻഷൻ ഫണ്ട് ഇന്ത്യയിലാണ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഇന്ത്യയിൽ ഇൻട്രസ്റ്റ് കൂടുതലാണ്. ഇങ്ങനെ പല രീതിയിൽ പല സ്ഥലത്ത് ആളുകൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട് രാജ്യങ്ങൾ. ഈ റഷ്യ ഡെപ്പോസിറ്റ് ചെയ്ത കാശെടുത്തിട്ടാണ് സെലൻസ്കിക്ക് കൊടുത്തിരിക്കുന്നത്. ഒരു ഇംഗ്ലണ്ട് അല്ല, അത് അവരുടെ സ്വന്തം കാശല്ല. അത് റഷ്യയുമായിട്ട് ഇംഗ്ലണ്ടിൻ്റെ ടേംസ് തെറ്റും. കാരണം ഒരു കരാർ എഴുതിയാണ് ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത കാശെടുത്ത് വേറൊരുത്തിന് കൊടുക്കാൻ പാടില്ല. അത് ഇട്ടത് റഷ്യയല്ലേ. ഇപ്പോൾ യുക്രൈൻ യുദ്ധം വന്നു കഴിഞ്ഞപ്പോൾ ഇവർ റഷ്യയുടെ അക്കൗണ്ടുകളെല്ലാം ഇവർ മരവിപ്പിച്ചു. ശരി, മരവിപ്പിച്ചത് ഓക്കെ. ഇത് മരവിപ്പിക്കുക മാത്രമല്ല, വേറൊരുത്തിനും കൊടുക്കുകയും കൂടി ചെയ്യുന്നു. ഇപ്പോൾ എന്തൊരു റിസ്ക്കാണ് ഇംഗ്ലണ്ട് എടുത്തതെന്ന് എനിക്കറിയില്ല.
ഇംഗ്ലണ്ടിലെ പ്രതിരോധ വിദഗ്ധന്മാരെ പറയുന്നത് ഇംഗ്ലണ്ടിലെ കെൻറ്റ് എന്ന് പറയുന്ന ചെറിയൊരു പട്ടണം പോലും റഷ്യയിൽ നിന്ന് സംരക്ഷിക്കാൻ നമുക്ക് പറ്റില്ല. പിന്നെയല്ലേ ഇംഗ്ലണ്ട് മൊത്തം സംരക്ഷിക്കലും പിന്നെ യുക്രൈനെ സംരക്ഷിക്കലും. കാരണം ഇവർക്കെല്ലാം സംഭവിച്ചത് എത്രയോ കാലമായി ഇവർ ഒരു യുദ്ധവും ചെയ്തിട്ടില്ല. ഡിഫൻസിന് വേണ്ടി 1% ഓഫ് GDP ഒക്കെയാണ് ഇവർ മുടക്കുന്നത്. കാരണം നാറ്റോ ത്രൂ അമേരിക്ക വലിയൊരു സെക്യൂരിറ്റി വലയമുണ്ട്. പേടിക്കാനില്ല, എന്ത് വന്നാലും അമേരിക്ക നോക്കിക്കോളും. അമേരിക്ക എപ്പോഴും യുദ്ധമുഖത്ത് ഇങ്ങനെ വർക്ക് ചെയ്യുന്നവരാണ്. ഒരു 10-40 വർഷമായിട്ട് യൂറോപ്യൻസ് ഈ പറയുന്ന പോലെ വെറുതെ ഇരിക്കുന്നവരാണ്. JD Vance പറഞ്ഞല്ലോ, സം കൺട്രി which has not fought a single war for the past 45 years, they are pledging their support to Ukraine, doesn't mean anything. ഇംഗ്ലണ്ടിനെ കുത്തിയാണ് പറഞ്ഞത്. കഴിഞ്ഞ 45 വർഷമായിട്ട് തോക്ക് കയ്യിലെടുക്കാത്തവൻ നിന്നെ സഹായിക്കാമെന്ന് പറയുന്നത് എന്ത് സഹായിക്കാൻ? ഇത് മറ്റുള്ളവരുടെ കാര്യത്തിനും സത്യമാണ്. ജർമ്മനി, ഫ്രാൻസ്, ജർമ്മനി പൊളിഞ്ഞു പോയി കിട്ടും. എന്തൊരു ഗ്രേറ്റ് ആയിരുന്നു ജർമ്മനി, ഇൻഡസ്ട്രിയൽ ജയൻ്റ് ആയിരുന്നു. അമേരിക്ക കുറച്ച് ഇളവ് കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജർമ്മനിയിലെ മാനുഫാക്ചറിങ് അവരെല്ലാം കൂടെ അമേരിക്കയിലേക്ക് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചു. കാരണം അമേരിക്ക നമ്മുടെ സ്വന്തമല്ലേ. ഇപ്പോൾ അമേരിക്കയ്ക്കെതിരെ വാചകടിക്കാൻ പോയി കഴിഞ്ഞാൽ കഞ്ഞുകുടി മുട്ടുന്ന അവസ്ഥയായി ജർമ്മനിയുടെ. ഏഞ്ചല മെർക്കലൊക്കെ ഭയങ്കരമായിട്ട് വഴിയെ പോയവനൊക്കെ വിളിച്ചു കയറ്റി, അഭയാർത്ഥിയെ മുഴുവൻ വിളിച്ചു കയറ്റി അവിടെ പൊറുക്കാൻ മേലാതെയാക്കി. ഇതാണ് ജർമ്മനിയുടെ കഥ. ഫ്രാൻസ് അതുപോലെ. ഫ്രാൻസ് അവരുടെ കോളനികൾ വെച്ചാണ്, സൗത്ത് ആഫ്രിക്കയിലും മറ്റുമുള്ള കോളനിയിൽ നിന്നാണ് അവരുടെ എനർജി റിക്വയർമെൻറ്റ്, ഈ മിനറൽസ് ഒക്കെ എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതൊക്കെ തീർന്നു. ഫ്രാൻസിൻ്റെ കയ്യിലൊന്നുമില്ല. ഇനി ഉണ്ടാക്കുന്ന വിമാനങ്ങൾ നമുക്ക് തരാമെന്ന് ഫ്രാൻസ് കമ്മിറ്റ് ചെയ്തിട്ടുമുണ്ട്. ഇനി പിന്നെ എന്തെടുത്തിട്ടാണ് ഉക്രൈന് കൊടുക്കാൻ പോകുന്നത്? എന്ത് സപ്പോർട്ടാണ് ചെയ്യാൻ പോകും? ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. ഇതറിഞ്ഞിട്ടാണ് മിക്കവാറും സെലൻസ്കി ഇത് ശരിയാവില്ല എന്ന് മനസ്സിലായിരിക്കും കീഴടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ കീഴടങ്ങിയാലും പറ്റില്ല എന്നുള്ള രീതിയിലാണ് പുടിനും ട്രംപും നീക്കുന്നത്. ലോകരാഷ്ട്രങ്ങൾക്ക് തൽക്കാലം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഈ താരിഫിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകും, ട്രേഡ് ആൻഡ് താരിഫിൽ പ്രശ്നമുണ്ടാകും. നമ്മൾ പക്ഷേ അതിൽ സേഫായിട്ട് കളിച്ചു. നമ്മൾ വളരെ പെട്ടെന്ന്, അതുകൊണ്ടാണ് ബാക്കി പുറത്തുനിന്ന് ആൾക്കാരെ വിളിച്ചതിൽ രണ്ടാമനായിരുന്നു നരേന്ദ്രമോദി. ട്രംപ് ആദ്യം വിളിച്ച എനിക്ക് തോന്നുന്നു ഇയാളെ ആയിരുന്നു, ഏതാ രാജ്യം പോട്ടെ, എനിവേ രണ്ടാമത് മോദിയായിരുന്നു. എന്താ തിരക്ക് പിടിച്ച് മോദിയെ വിളിക്കാൻ കാര്യം? ഇന്ത്യയുമായിട്ടൊരു കാര്യം സെറ്റിൽ ചെയ്തിട്ട് വഴക്കില്ലാതെ പോകണം. കാരണം ഇന്ത്യ ഇതിൽ ഇടപെടാൻ പാടില്ല. കാരണം നമുക്കൊരു ഗുഡ് വില്ലുണ്ട്. നമ്മൾ ചൈന കഴിഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമിയാണ്. ആയുധങ്ങളുണ്ട്, മാത്രമല്ല ആളുണ്ട്. ഒരു യുദ്ധത്തിന് ആൾ വേണ്ടേ ചാവാനായിട്ട്? ഇവിടെ 140 കോടി ജനങ്ങളുണ്ട്. സെലൻസ്കി ആണെങ്കിൽ 16 വയസ്സുള്ള പിള്ളേരെ പിടിച്ചുകൊണ്ട് പോവാണ് അയാൾ. യുദ്ധത്തിന് ആളില്ലാന്ന്, തോക്കുണ്ട് പക്ഷെ വെടിവെക്കാൻ ആൾ വേണ്ടേ? നമ്മുടെ പട്ടാളക്കാരാണ് 4 സൈഡിൽ നിന്നും പണിയെടുക്കുന്നവര്. നമുക്കിവിടെ ഊത്ത പോലെ ആൾക്കാർ. ഇന്ത്യൻ പട്ടാളം 2ാം ലോകമഹായുദ്ധകാലത്ത് തന്നെയുണ്ട്. ഇന്ത്യൻ പട്ടാളം ഒരു 2 ആഴ്ച വരെ ചെളി തിന്ന് ജീവിക്കും. അത് കഴിയുമ്പോൾ ഒരു ചപ്പാത്തി കിട്ടിയാൽ മതി. ഒരു ചപ്പാത്തി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 2 ആഴ്ച ചെളി തിന്ന് ജീവിച്ചും മണ്ണ് തിന്ന് ജീവിക്കും. അത്രയ്ക്ക് റെസിലിയൻസ് ഉള്ള പട്ടാളമാണ് നമ്മൾ. അതിശയോക്തിയാണ് ഈ 2 ആഴ്ച മണ്ണ് തിന്ന് ജീവിക്കുക. എന്നുവെച്ചാൽ പട്ടിണി കിടക്കാൻ അത്രയധികം ആരോഗ്യമുള്ള ആൾക്കാർ, അങ്ങനത്തെ പട്ടാളം. അപ്പോൾ നമുക്ക് യുദ്ധത്തിൻ്റെ എക്സ്പീരിയൻസും ഉണ്ട്. ലേറ്റസ്റ്റ് നമ്മൾ കാർഗിൽ യുദ്ധമായിരുന്നു. ബൂട്ട്സ് ഓൺ ദ ഗ്രൗണ്ട് എന്ന് പറയുമല്ലോ, അങ്ങനെ നടത്തിയ യുദ്ധം കാർഗിൽ യുദ്ധമായിരുന്നു. മറ്റതൊക്കെ ഈ ഇതാണ് സർജിക്കൽ സ്ട്രൈക്ക് ഒക്കെയാണ്. അതിൽ ബൂട്ട്സ് ഓൺ ദ ഗ്രൗണ്ട് ഇല്ല. ഈ താഴെ മണ്ണിൽ പട്ടാളക്കാരൻ തോക്കുമായിട്ട് നിന്ന് ചെയ്യുന്ന യുദ്ധം, എന്നിട്ട് ടെറിട്ടറി കീഴടക്കുന്ന യുദ്ധം, അതാണ് ബൂട്ട്സ് ഓഫ് ഗ്രൗണ്ട്. അതാണ് ബേസിക് സ്ട്രെങ്ത് ഒരു മിലിറ്ററി. അത് നമ്മൾ 1999 ചെയ്തവരാണ്. അത്രയും ലൈവ് എക്സ്പീരിയൻസ് നമുക്കുണ്ട്. ആ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ജോയിൻ്റ് എക്സർസൈസ് എന്നൊക്കെ പറയും. ഇതൊക്കെ ചെയ്യുന്ന ഈ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ്. എനിവേ, ഇപ്പോൾ ഭാരതം ഇതിനകത്തുനിന്ന് ഒഴിവാണ് തൽക്കാലം. നമ്മൾ നമ്മുടെ താരിഫ് പ്രശ്നവും സോൾവ് ചെയ്ത് കഴിഞ്ഞു. എന്തൊക്കെയാണ് ചേട്ടൻ്റെ ഡിമാൻഡ്? ഇന്നതൊക്കെയാണ്, ഞങ്ങളുടെ ഇന്നതൊക്കെയാണ്. അപ്പോൾ നമ്മളോട് ട്രംപ് പറഞ്ഞിരിക്കുന്ന ഈക്വൽ താരിഫ്. നിങ്ങൾ എത്ര തീരുവ ചുമത്തുന്നോ അത്രയും നിങ്ങളുടെ സാധനത്തിന് ഞാൻ തീരുവ ചുമത്തും. ഇത്രയല്ലേ ഉള്ളൂ. ശരി, റൈറ്റ്.
അപ്പോൾ ശരി, ഇതിന് 7.8 ഉണ്ട്, അത് എത്രയാക്കണം? 6. അത് 6 ആക്കി. അപ്പോൾ ഇവിടെ 7.5 ആക്കി. ഫൈൻ, കഴിയും. നമ്മൾ സേഫായി. ബട്ട് സ്റ്റിൽ എന്തോ ആകാശം ഇടിഞ്ഞ് വീഴും എന്ന് ഭയന്നിട്ട് സെൻസെക്സ്, നിഫ്റ്റിയൊക്കെ താഴെ പോയിട്ടുണ്ട്. ദാറ്റ് വിൽ സ്ലോലി പിക്ക്. അതുകൊണ്ട് ലോകരാഷ്ട്രങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ത്രെറ്റ് ഒന്നുമില്ല. ഇപ്പോൾ പ്രശ്നം, ഇതിപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് മാറിയെന്ന് വരും. ജസ്റ്റ് ബബിത ആലോചിച്ച് നോക്കും. നമ്മൾ ABC മലയാളത്തിൽ ഒരു 2 ആഴ്ച പുറകോട്ട് എടുത്ത് നോക്കുക, നമ്മളുടെ ചർച്ച മുഴുവൻ ഇസ്രായേലായിരുന്നു അല്ലേ? ഇപ്പോൾ ചർച്ച മുഴുവൻ യുക്രൈനായി. അന്ന് യുക്രൈൻ സെലൻസ്കി നിലവിളിച്ചുകൊണ്ടിരുന്നു. ആരും മൈൻഡ് ചെയ്യുന്നില്ല യുക്രൈൻ യുദ്ധത്തെ. പത്രങ്ങളിലൊന്നും ഒരു റിപ്പോർട്ടില്ല, TV-യിൽ യുക്രൈനില്ല, ഒന്നുമില്ല. മുഴുവൻ ഹമാസ്, യഹ്യ സിൻവർ, ബുദ്ധിമുട്ട് പിടിച്ച കുറേ പേരുകളൊക്കെ നമ്മൾ കാണാപ്പാടം പഠിക്കുകയൊക്കെ ചെയ്തു. ഇപ്പോൾ അതൊക്കെ ഇവിടെ എല്ലാം കൂടെ യുക്രൈനിലേക്ക് വന്നു. ഇനിയിപ്പോൾ ചിലപ്പോൾ ഒരാഴ്ച കഴിയുമ്പോണ്ടല്ലോ മറ്റേ ഓപ്പറേഷൻ തുടങ്ങും. കാരണം അവിടുത്തെ ബന്ദികളെ കൈമാറ്റം ചെയ്യുന്നതിൻ്റെ 1-ാം ഘട്ടം കഴിഞ്ഞു. 2-ാം ഘട്ടത്തിൽ എത്തി. പക്ഷേ എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലെ നിൽക്കുക അവിടെ ഇസ്രായേൽ. ചിലപ്പോൾ അവിടെ ഒരു വെടിപൊട്ടുകയും പെട്ടെന്ന് നമ്മളുടെ അജണ്ട മാറിയിട്ട് ഗസ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും തുടങ്ങും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം സേഫാണ്. ഇപ്പോൾ പേടിക്കാനൊന്നുമില്ല. നമ്മൾ ക്ലീൻ. ബാക്കിയുള്ളവർ നോക്കട്ടെ. അനാവശ്യമായിട്ട് നമ്മൾ മറ്റു രാജ്യങ്ങളെ പറ്റി പറയേണ്ട കാര്യമൊന്നുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.